തമിഴ്നാട്ടില് കരുണാനിധിയുടെ ഭടന്മാർ സുരക്ഷാ ഭടന്മാരിൽ ഒരാൾ അദ്ദേഹം കൊല്ലപ്പെടുമെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടിരുന്നു. ഇപ്പോൾ അതിന്റെ ഒരു നിജസ്ഥിതി അല്ലെങ്കിൽ അതിപ്പോ എങ്ങോട്ടാണ് പോകുന്നത്? അദ്ദേഹം കൊല്ലപ്പെട്ടു. അദ്ദേഹം മുമ്പ് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധിയുടെ സുരക്ഷാ വലയം തീർത്തിരുന്ന ഇൻസ്പെക്ടർമാരിൽ പോലീസ് ഇൻസ്പെക്ടർമാരിൽ ഒരാളായിരുന്നു. തിരുനെൽവേലിക്കാരൻ സക്കീർ ഹുസൈൻ ബിജ്ലി. അദ്ദേഹം കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് 2 തവണ വീഡിയോ ഇട്ടിരുന്നു. പോലീസുകാരെ അത് മൈൻഡ് ചെയ്തില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. എന്തായാലും കഴിഞ്ഞ ദിവസം അദ്ദേഹം കൊല്ലപ്പെട്ടു. അതിന്റെ കേസ് എങ്ങനെയാ എന്ന് വെച്ചാൽ, പ്രഭാത പ്രാർത്ഥന മോസ്കിൽ കഴിഞ്ഞിട്ട് മറ്റേ ബൈക്കിൽ മടങ്ങുമായിരുന്നു വീട്ടിലേക്ക്. ആ ബൈക്ക് തടഞ്ഞു നിർത്തിയിട്ടാണ് ചൊവ്വാഴ്ച ഈ റിട്ടയേർഡ് SI ആണ് അദ്ദേഹത്തിനെ ചില ആളുകൾ ഇതിൽ നിന്നിറക്കി വെട്ടി തലയറുത്ത് കൊല്ലുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ സമുദായത്തിലൊക്കെ പെട്ട ആളുകൾ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഭൂമി തർക്കം ഉണ്ടായിരുന്നു. ഭൂമി തർക്കം എന്ന് പറഞ്ഞാൽ ഒരു മോസ്കുമായി ബന്ധപ്പെട്ടതാണ്. ഒരു മോസ്കിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. അപ്പൊ ആ ഭൂമി തർക്കത്തിൽ ഇദ്ദേഹത്തിന്റെ എതിർ ചേരിയിൽ നിന്നിരുന്ന ആളുകളാണ് ഇത് ചെയ്തതെന്നുള്ളത് ഏതാണ്ട് ഇപ്പൊ വ്യക്തമാണ്. 64 വയസ്സായിരുന്നു. റിട്ടയർ ചെയ്ത SI ആണ് സക്കീർ ഹുസൈൻ ബിജ്ലി. അപ്പോ ഈ ഞാൻ കൊല്ലപ്പെടും എന്ന് പറഞ്ഞ് പ്രവചിച്ച് ഇട്ടിരുന്ന വീഡിയോ പോലീസുകാരെ പൊതുവെ തള്ളിക്കളഞ്ഞിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. പരാതികളും കൊടുത്തിരുന്നു. ഈ വീഡിയോയ്ക്ക് പുറമെ പരാതികളും കൊടുത്തിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇദ്ദേഹം കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു സുഹൃത്ത്, റിട്ടയർ ചെയ്ത് കഴിഞ്ഞ ഒരു പോലീസ് ഓഫീസർ പറഞ്ഞു, ആ സംവിധാനം, അതായത് പോലീസ് സംവിധാനം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ഉള്ളിൽ നിന്ന് കണ്ടയാളാണ് ഇദ്ദേഹം, സക്കീർ ഹുസൈൻ. എപ്പോൾ ആ സംവിധാനം പരാജയപ്പെടുമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ സംവിധാനമൊക്കെ രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ മറ്റേ താളത്തിനനുസരിച്ച് തുള്ളുന്നതാണ്. അതറിയാമായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പരാജയം കണ്ടിട്ടുള്ള ആളാണ്. അപ്പൊ അതിങ്ങനെ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഹുസൈൻ വീഡിയോ ഇട്ടത് ഏതാനും ദിവസം മുമ്പാണ്. ആ വീഡിയോയിൽ അക്രമികൾ ആരൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഈ തർക്കമുള്ളത് തിരുനെൽവേലിയിൽ പഴയ ദർഗയ്ക്ക് അടുത്ത് മുർഷിസർ ഖാൻ ദർഗ എന്ന് പറഞ്ഞ ദർഗയുമായി ബന്ധപ്പെട്ടതാണ്. ആ ദർഗയുടെ അഡ്മിനിസ്ട്രേറ്ററാണ് ഈ കൊല്ലപ്പെട്ട സക്കീർ ഹുസൈൻ ബിജ്ലി. അത് ആ ദർഗയുടെ അഡ്മിനിസ്ട്രേറ്ററാണ് ഈ കൊല്ലപ്പെട്ട സക്കീർ ഹുസൈൻ. അത് ആ ദർഗയുടെ സ്ഥലം തൻ്റേതാണെന്ന് നൂറുന്നീസ എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ അവകാശപ്പെടുന്നുണ്ട്. അവർക്കിത് മുത്തശ്ശിയിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞാൽ അവരുടെ അതിൻ്റെതായ രേഖകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നൂറുന്നീസ. അപ്പൊ നൂറുന്നീസ കേസൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് ഇത് കിട്ടാൻ നൂറുന്നീസയും ഈ സക്കീർ ഹുസൈനും തമ്മിലൊരു പോര് നടക്കുന്നുണ്ട്. ആ പോരിന്റെ ഒരു പരിണത ഫലമാണിത്. സ്ഥലം കിട്ടാൻ വേണ്ടി മുത്തശ്ശിയിൽ നിന്ന് കിട്ടിയതാണെന്ന് നൂറുന്നീസ പറയുന്നുണ്ട്, ഈ ദർഗ ഇരിക്കുന്ന സ്ഥലം. അപ്പോ അവർ ഈ നൂറുന്നീസ ദലിത് സമുദായത്തിൽപ്പെട്ട ഒരു കൃഷ്ണമൂർത്തിയെ വിവാഹം ചെയ്തു. ഈ 8 വർഷം മുമ്പാണത്. കൃഷ്ണമൂർത്തി ഇസ്ലാമിൽ ചേർന്നു. സാധാരണഗതിയിൽ ഇസ്ലാമിനെ എംബ്രേസ് ചെയ്തു എന്ന് പറയാറുണ്ട്. ഇസ്ലാമിനെ ആലിംഗനം ചെയ്തു അദ്ദേഹം, ദലിതനായ കൃഷ്ണമൂർത്തി. മുഹമ്മദ് തൗഫീഖ് എന്ന പേര്. ഇപ്പോ 32 വയസ്സായി. അപ്പൊ മുഹമ്മദ് തൗഫീഖും നൂറുന്നീസയും കൂട്ടാളികളും ഒക്കെയാണ് ഇപ്പോ. അതിൽ എല്ലാവരും പിടിയിലായിട്ടില്ല. കാരണം ഇവരുടെ പേരൊക്കെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. ഈ സക്കീർ ഹുസൈൻ 2022 മുതൽ തർക്കം നടക്കുന്നുണ്ട് ഈ ഭൂമി സംബന്ധിച്ച്. ഈ സക്കീർ ഹുസൈൻ പറയുന്നത് ഈ ഭൂമി വഖഫ് ബോർഡിൻ്റെതാണെന്നാണ്. ഇപ്പൊ വഖഫ് ബോർഡിൻ്റെതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആണല്ലോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ
വഖഫ് ബോർഡിനെ കൊണ്ട് എടുപ്പിച്ചിട്ടും ഉണ്ടാകാം ചിലപ്പോൾ. അപ്പോൾ ഇത് വഖഫ് ബോർഡിൻ്റെതാണെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. നൂറുന്നീസ പറഞ്ഞിരുന്നത് നൂറുന്നീസയുടെ ആണെന്നും. അപ്പോൾ വഖഫ് ബോർഡ് ഹിന്ദുക്കളെ മാത്രമല്ല പിടികൂടുക, മുസ്ലിങ്ങളെ തന്നെയും പിടികൂടും. അങ്ങനൊരു വിഷയമുണ്ട് ഇതിൻ്റെ അകത്ത്. അങ്ങനെ നൂറുന്നീസയും തൗഫീഖും അവരുടേതാണെന്ന് വാദിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ കൊല്ലം തർക്കം ഉച്ചസ്ഥായിയിലെത്തി, മൂർധന്യത്തിലെത്തി. കഴിഞ്ഞ കൊല്ലം ഡിസംബറിൽ ഈ തൗഫീഖ്, മുമ്പ് മൂർത്തിയായിരുന്ന തൗഫീഖും നൂറുന്നീസയും ഹുസൈനെതിരെ പോലീസിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു. ഇയാള് അനധികൃതമായിട്ട് കൈവശം വെച്ചിരിക്കുന്നു, ഇല്ലീഗൽ ഒക്യുപ്പേഷൻ, പിന്നെ ഹറാസ് ചെയ്യുന്നു, ഉപദ്രവിക്കുന്നു. കാരണം ഇയാൾ പണ്ട് പോലീസുകാരനായിരുന്നല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഉപദ്രവിക്കുന്നു, പോലീസുകാരൊക്കെ അയാളുടെ കൂടെയാണെന്നൊക്കെ പറഞ്ഞ് അവർ പരാതി കൊടുത്തിരുന്നു. ഈ തൗഫീഖ് മറ്റേ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നല്ലോ, ദലിത്. അപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ SC/ST അട്രോസിറ്റീസ് ആക്ട് ഉണ്ടല്ലോ, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവര്, വർഗത്തിൽപ്പെട്ടവര്, അവർക്കെതിരെയുള്ള ദ്രോഹം, അത് പ്രത്യേക ശിക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ SC/ST അട്രോസിറ്റീസ് ആക്ട് കൂടി ഈ സക്കീർ ഹുസൈനെതിരെ പോലീസ് ഉൾപ്പെടുത്തി കേസെടുത്തപ്പോ. അപ്പൊ നിലവില് അയാള് മുസ്ലിം അല്ലേ ഇപ്പം? അയാള് അതെ, പക്ഷെ അയാള് ദലിത് മുസ്ലിം ആണെന്ന് അയാൾ അവകാശപ്പെടുന്നുണ്ടാവും. ചിലപ്പോ പരാതി കൊടുത്തപ്പോ അതിൽ കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് നമുക്കറിയില്ല. എന്തായാലും ഇത് SC/ST ആക്ടിൽ ഉൾപ്പെടുത്തിയത് ശരിയല്ല എന്ന് സക്കീർ ഹുസൈൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കൊടുക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണ്. പലപ്പോഴും അങ്ങനെ ഉപയോഗിക്കാറുമുണ്ട് ആ ആക്ട്. അപ്പോ ഇങ്ങനെ കൗണ്ടർ എതിർ പരാതികളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു. കലക്ടർക്ക്, പോലീസ് കമ്മീഷണർക്കും ഒക്കെ പരാതി കൊടുത്തു. ഇങ്ങനെ പരാതി വന്നു കഴിഞ്ഞപ്പോൾ അതിലിത് കാര്യം പറയുകയും ചെയ്തിരുന്നു, SC/ST അട്രോസിറ്റീസ് ആക്ടിൽ പ്രയോഗിച്ചത് ശരിയായില്ല എന്നുള്ളത്. 2 ഓഫീസർമാർക്കെതിരെ പോലീസിൻ്റെ അകത്ത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പാരവെപ്പ് ഒരുപാടുണ്ടല്ലോ. ചിലപ്പോൾ സക്കീർ ഹുസൈൻ നേരത്തെ പാര വെച്ചിട്ടുള്ള 2 പേരായിരിക്കാം. 2 ഓഫീസർമാരുടെ പേര് പരാതി ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ ഇൻസ്പെക്ടറാണ്, പിന്നെ അസിസ്റ്റന്റ് കമ്മീഷണർ സെന്തിൽ കുമാർ. ഇവർ 2 പേരും ചേർന്നാണ് ഈ SC/ST അട്രോസിറ്റീസ് ആക്ട് മനഃപൂർവ്വം പ്രയോഗിച്ചതെന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കെണിയായിരുന്നു, ട്രാപ്പിൽപ്പെടുത്തുകയാണ് ചെയ്തത് ഇതുവഴി എന്നും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൊല്ലപ്പെടണമെന്ന് ചിലർ ആഗ്രഹിക്കുന്നു, അവർക്കൊപ്പം പോലീസ് നിൽക്കുകയാണ് എന്ന് വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആദ്യം ഈ വീഡിയോ എടുത്തിട്ട് പരാതി പോലെയൊക്കെ കൊടുത്തിരുന്നു. ഫെബ്രുവരിയിൽ ഈ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ കഴിഞ്ഞ മാസം പോസ്റ്റ് ചെയ്തിരുന്നു സക്കീർ ഹുസൈൻ. എൻ്റെ ജീവിതം അപകടത്തിലാണ് എന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പ്രശ്നമുള്ളത് കൊണ്ട് ഈ കൊല്ലപ്പെട്ട സക്കീർ ഹുസൈൻ്റെ ജഡം ബന്ധുക്കൾക്ക് ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തപ്പോൾ അവർ സ്വീകരിച്ചില്ല. ഇതിലും ഒരു നടപടിയാകട്ടെ എന്ന് പറഞ്ഞു. ഈ സക്കീർ ഹുസൈൻ്റെ സമുദായവും ബന്ധുക്കളും ആ നിലപാടാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് കാർത്തിക് അക്ബർ ഷാ, ഇന്നലെ ഉച്ചയ്ക്ക് കാർത്തിക് എന്നും അക്ബർ ഷാ എന്നും പറയുന്ന 2 പേര് കോടതിയിൽ കീഴടങ്ങി. കുറ്റവാളികൾ എന്ന് പറയപ്പെടുന്നവര്. അവരിൽ അത് ഒരാൾ ഈ തൗഫീഖിന്റെ സഹോദരനാണ്, അത് കാർത്തിക് ആയിരിക്കുമല്ലോ, കൃഷ്ണമൂർത്തിയുടെ സഹോദരൻ. മറ്റേത് അളിയൻ നൂറുന്നീസയുടെ ബ്രദർ അക്ബർ ഷാ. അവർ തമ്മിലും നല്ല ഒത്തൊരുമയുണ്ട്. അപ്പൊ കാർത്തിക്കും അക്ബർ ഷായും മറ്റേ തൗഫീഖിന്റെ സഹോദരനും അളിയനും കോടതിയിൽ കീഴടങ്ങി. നൂറുന്നീസയെ കാണാനില്ല, മിസ്സിംഗ് ആണ്. അവർ ഒളിവിൽ പോയിരിക്കുകയാണ്. നൂറുന്നീസയ്ക്ക് ശരിക്കും ഇതിൻ്റെ അകത്തൊരു സൂത്രധാരിത്വം ഉണ്ടല്ലോ. അവർ ഒളിവിൽ പോയി. ഈ തൗഫീഖിനെ ആളുകൾ ഓടിച്ചിട്ട് പിടിക്കുമ്പോൾ കാലിൽ അയാൾക്ക് വെടികൊള്ളുകയൊക്കെ ചെയ്തിരുന്നു. തൗഫീഖ് കൃഷ്ണമൂർത്തി അയാൾ ഓടാൻ ശ്രമിക്കുമ്പോൾ, നാട്ടുകാർ ഓടിച്ചിട്ട് ഓടാൻ ശ്രമിക്കുമ്പോൾ കാലിൽ വെടികൊണ്ടു. അതുകൊണ്ട് പിന്നെ ഓടാൻ പറ്റിയില്ല. അങ്ങനെയാണ് അയാളെ പിടികൂടുന്നത്. അപ്പോൾ ഇതിൽ ഇൻസ്പെക്ടർ കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അയാൾ ഈ വീഡിയോയിൽ പരാതി കൊടുത്തിട്ടും പ്രതികരിച്ചില്ല
എന്നുള്ള പ്രശ്നമുണ്ടല്ലോ. എന്നിട്ട് സ്റ്റാലിൻ പറഞ്ഞിട്ടുണ്ട് മറ്റേ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. BJP പ്രസിഡന്റ് അണ്ണാമലൈ പറഞ്ഞിട്ടുണ്ട് നിയമത്തിന്റെ വഴിക്ക് പോകുന്നില്ല, മൊത്തം തകർന്നിരിക്കുകയാണ്, ക്രമസമാധാനമില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വീഡിയോയിൽ നാട്ടുകാരുടെ മുമ്പിൽ പരാതി പറഞ്ഞാലും നടക്കില്ല എന്നുള്ളൊരു അവസ്ഥ സ്റ്റാലിന്റെ തമിഴ്നാട്ടിലുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.